എൻ്റെ ശബ്ദത്തെ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ വചന സന്ദേശത്തിനായിട്ട് ഈ സമയത്തെ ഞാൻ വേർതിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം, റോമർ 3:21 വാക്യം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി എന്താണ്? ദൈവത്തിൻ്റെ നീതി ഒരിക്കലും നമുക്ക് അർഹതയില്ലാത്ത, ഒരിക്കലും നമുക്ക് ലഭിക്കുവാൻ സാധ്യതയില്ലാത്തത് ദൈവത്തിൻ്റെ നീതി നമുക്ക് എങ്ങനെ ലഭിച്ചു? വിശുദ്ധ പഴയ നിയമ വേദഭാഗം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, സ്വന്തം ജനത്തിന് മാത്രം നൽകപ്പെട്ട ദൈവത്തിൻ്റെ നീതി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ സകല മനുഷ്യർക്കും നൽകപ്പെട്ടിരിക്കുകയാണ്. ഞാനിവിടെ 3 കാര്യങ്ങളെ വേഗത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 1, ന്യായപ്രമാണത്തിന് പുറമെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ നീതി. 2, വിശ്വാസത്താൽ ലഭിച്ച ദൈവത്തിൻ്റെ നീതി. 3, സൗജന്യമായി ലഭിച്ച ദൈവത്തിൻ്റെ നീതി. 1, ന്യായപ്രമാണത്തിന് പുറമെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ നീതി. എന്താണ് ന്യായപ്രമാണം? സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ ഞാൻ ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞ് 2-3 കാര്യങ്ങൾ രേഖപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവം വിളിച്ചു വേർതിരിച്ച ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തൊരു കൽപ്പനയാണ്, ദൈവം കൊടുത്തൊരു ഉടമ്പടിയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ആ ന്യായപ്രമാണത്തിന് മനുഷ്യനെ നീതീകരിക്കുവാൻ, മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് അവനെ പൂർണ്ണമായി വിടുവിക്കുവാൻ ന്യായപ്രമാണത്തിനൊരു പരിമിതിയുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പാപത്തിനൊരു വിടുതലുണ്ട്. ഈ ന്യായപ്രമാണത്തിന് പുറമെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ നീതി എന്തെന്ന് നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ഇപ്പോഴോ വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ നീതി ലഭിച്ചിരിക്കുന്നു. അത് ന്യായപ്രമാണത്തിന് പുറമെ വെളിപ്പെട്ട നീതിയാകുന്നു. അതായത് പൗലോസ് പറയുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ നീതി ലഭിക്കും. 2, വിശ്വാസത്താൽ ലഭിക്കുന്ന ദൈവത്തിൻ്റെ നീതി. എന്താ വിശ്വാസത്താൽ ലഭിക്കുന്ന ദൈവത്തിൻ്റെ നീതി? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അവന് അത് നീതിയായി കണക്കിട്ടു. അതായത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. വിശ്വാസത്താൽ ലഭിക്കുന്ന ദൈവത്തിൻ്റെ നീതി. വിശ്വാസത്താൽ ദൈവത്തിൻ്റെ നീതി ലഭിക്കുമ്പോൾ അബ്രഹാമിന് വിശ്വാസത്താൽ ദൈവത്തിൻ്റെ നീതി ലഭിച്ചു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, അവൻ ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് അവന് നീതി ലഭിച്ചു. അവൻ ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ നീതി അബ്രഹാമിൽ ഉണ്ടായത്. 1, അവൻ്റെ പേർ. 2, അവൻ്റെ ദേശം. 3, അവൻ്റെ തലമുറ. അവൻ്റെ പേർ വിശ്വസിച്ചുകൊണ്ട് ദൈവം അവൻ്റെ പേരിനെ ചേഞ്ച് ആക്കി. 2, അവൻ്റെ ദേശത്തെ ദൈവം അനുഗ്രഹിച്ചു. 3, അവൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം എനിക്കൊരു കാര്യമേ വിളിച്ചു പറയാനുള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ പേരുകൾ കർത്താവ് മാറ്റും. നിങ്ങളെ കാണുമ്പോൾ ലോകരായിരിക്കുന്ന മനുഷ്യർ പറയും, ദോ പോകുന്നൊരു ദൈവത്തിൻ്റെ മകൾ, ദോ പോകുന്നൊരു ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടോ. 2, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടോ. നിങ്ങൾ കാൽ വയ്ക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടോ. നിങ്ങൾ കാൽ വയ്ക്കുന്ന ആലയം അനുഗ്രഹിക്കപ്പെടോ. നിങ്ങൾ കാൽ വയ്ക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. 3, അബ്രഹാമിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. ഒരിക്കലും സാധ്യതയില്ലാത്തിടത്ത് ദൈവം ഒരു തലമുറകളെ കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. 3, സൗജന്യമായി ലഭിക്കുന്ന ദൈവത്തിന് നീതി. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. 3, സൗജന്യമായി ലഭിക്കുന്ന ദൈവത്തിന്റെ നീതി. എന്താണ് സൗജന്യമായി ലഭിക്കുന്ന ദൈവത്തിന്റെ നീതി? റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് സൗജന്യമായി, ഇതൊരു വിലയും കൊടുക്കാതെ ലഭിക്കുന്ന ഒരു ദൈവത്തിന്റെ നീതിയാണ്. ഇന്ന് പകൽക്കാലം എനിക്കൊന്ന് പറയാനുള്ളൂ, സൗജന്യമായിട്ട് ദൈവം നമുക്ക് നീതി നൽകുന്നു. ഒരു നേർച്ചകളോ കാഴ്ചകളോ വഴിപാടുകളോ കർമ്മങ്ങളോ ക്രിയകളോ ഒരു യാഗങ്ങളോ നടപടിക്രമങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് സൗജന്യമായിട്ടാണ് നീതി നൽകുന്നത്. എന്താണ് ഇന്ന് പകൽക്കാലം എനിക്കിവിടെ പറയാനുള്ളത്? ആരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നവർ, ആ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആമേൻ. വർണ്ണമോ ജാതിയോ മതമോ നിറമോ വ്യത്യാസം കുലമോ
ഭാഷയോ സംസ്കാരമോ അപ്പുറമായിട്ട് ദൈവം നമുക്ക് സൗജന്യമായിട്ട് നീതി നൽകും. ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്നിടത്തിരുന്നോട് ആ ദൈവത്തെ ഒന്ന് വിശ്വസിച്ചാൽ മതി. നോക്കൂ, ന്യായപ്രമാണത്തിന് കഴിയാത്തത്, ന്യായപ്രമാണത്തിന് ഒരു പരിമിതിയുണ്ട് പാപത്തിൽ നിന്ന് പൂർണ്ണമായി മനുഷ്യനെ വിടുവിക്കാൻ. പക്ഷേ ന്യായപ്രമാണത്തിന് അപ്പുറമായിട്ട് കാൽവറി കുലത്തിൽ, മാനവജാതിയുടെ കുലത്തിൽ പാപത്തിന് വേണ്ടി കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി. ആ യാഗത്തിലൂടെ നമുക്ക് ലഭിച്ചത് ഒരു രൂപ പോലും കൊടുക്കാതെ, ഒരു രൂപ പോലും ചെലവാക്കാതെ സൗജന്യമായി ദൈവത്തിന്റെ നീതീകരണം നമുക്ക് ലഭിച്ചു. സൗജന്യമായി നമുക്ക് ദൈവത്തിന് രക്ഷ ലഭിച്ചു. സൗജന്യമായി ദൈവത്തിന് കൃപ ലഭിച്ചു. നമുക്ക് പൗലോസ് പറയാണ്, സൗജന്യമായി ലഭിക്കുന്ന ദൈവത്തിന്റെ നീതി ഇത് കൃപയാൽ നമുക്ക് ലഭിച്ചതാണ്. കൃപയാൽ ലഭിച്ചതാണ്. ഇത് നമ്മൾ അർഹിക്കുന്നത് കൊണ്ടല്ല നമുക്ക് നൽകിയത്. നമ്മുടെ കുലമോ, നമ്മുടെ പാരമ്പര്യമോ, നമ്മുടെ സംസ്കാരമോ, നമ്മുടെ സാമ്പത്തികമോ, നമ്മുടെ നിലവാരമോ നോക്കിയല്ല ദൈവം നമുക്ക് തന്നത്. ഇത് സൗജന്യമായിട്ട് ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ചതാണ്. ഇന്ന് പകൽക്കാലം ഈ ശബ്ദ കേൾക്കുന്ന ആരെങ്കിലും ആ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാനുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, രക്ഷ സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ രക്ഷയ്ക്ക് വേണ്ടി ഒരു രൂപ പോലും നിങ്ങൾ ചെലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യേശു എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യാഗമായതെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ആ നീതീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഉറപ്പിച്ചു, ബലപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.